ചർച്ച ആയിക്കൊണ്ടുള്ളത്. അമാനുഷികത വിഷയത്തിലാണ് ചർച്ച ആയിക്കൊണ്ടുള്ളത്. അതിലൊരു ആയത്തിൽ ഒരു ചെറിയൊരു തല മാത്രം നമ്മൾ നോക്കണമെങ്കിൽ പരിശുദ്ധമായ ഖുർആന്റെ അഹ്സാബ് സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. ഈ ആയത്തിന്റെ അർത്ഥം ഇത്ര ഉള്ളേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷന്റെ ഹൃദയത്തിലും ഒരു പുരുഷന്റെ ഉൽഗം രണ്ട് ഹൃദയം വെച്ചിട്ടില്ല. അതായത് ഒരു മനുഷ്യന്റെ ഉൽഗ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒരു പുരുഷന്റെ ഉൽഗ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഹൃദയം വെച്ചിട്ടില്ല എന്നാണ് ആ ആയത്തിൽ അർത്ഥമുള്ളത്. ഇത് മനസ്സിലാക്കുമ്പോൾ ചിലങ്ങ കേട്ടാറ് അവിടെ പുരുഷനെന്ന് ചൊല്ലണ ആവശ്യമില്ല എന്നല്ലേ, എല്ലാ പുരുഷനും ആണും പെണ്ണും എല്ലാം ചേരാട്ടിട്ട് മാ ജഅലല്ലാഹു ലി അഹദിൻ അങ്ങനെ കൂട്ടിയിട്ട് മതിയാവത്തല്ലോ. ഒരാളും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല. ആ രൂപത്തിൽ ഖുർആനിൽ കൊടുത്തിരെങ്കിൽ പറയുന്നല്ല എന്തല്ലേ. അപ്പൊ ആണും പെണ്ണും എല്ലാവരും ഉൾപ്പെട്ടിട്ടല്ലേ. പിന്നെ എന്താ ഒരു പുരുഷന്റെ ഹൃദയം, പിന്നെ പുരുഷന്റെ ഉള്ളിൽ രണ്ട് ഹൃദയം വെച്ചിട്ടില്ല എന്ന് അല്ലാഹു പിന്നെ കൊണ്ടുവന്നേന്ന് ചൊന്നിട്ടു ചിലരെ ചോദ്യിട്ടാറ്. അപ്പൊ അതുക്കുള്ള ഉത്തരം എന്താ ചൊന്നെങ്കിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ കൊണ്ടുവന്നതിൽ വലിയ ഉപകാരമുണ്ട്, വലിയൊരു സംഭവം അതിലുണ്ട്. കാരണം ഇവിടെ ലി അഹദീൻ ചൊന്നിട്ട് ആണും പെണ്ണെല്ലാം ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഗർഭം ധരിച്ചെങ്കിലത്തെ പെണ്ണിടെ ഉള്ളിൽ രണ്ട് ഹൃദയക്കും. കാരണം ഒന്നും ആ പെണ്ണുകളുടെ ഹൃദയം, പിന്നെ ആ പെണ്ണിന്റെ ഗർഭത്തിലുള്ളെങ്കിലത്തെ കിതാവിലുള്ള ആ ഹൃദയം, അപ്പൊ രണ്ട് ഹൃദയത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം ഒരാളും രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല, ഒരാളുടെ ഉൽഗം രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല എന്ന് ചൊന്നെങ്കിൽ അത് തപ്പാവും. അതിക്ക് വേനായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഈ രൂപത്തിൽ കൊണ്ടുവന്നത്. മാ ജഅലല്ലാഹു ലിറജുലിൻ, ഒരു പുരുഷന്റെയും ഹൃദയത്തിൽ ഉൽഗ രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല. അപ്പൊ നല്ലൊരു പ്രയോഗമായിട്ടാണ് കൊണ്ടുവന്നത്. അതേസമയത്ത് ചില എന്താക്കിടാറ് രണ്ട് ഹൃദയം വെപ്പാട്ടിടാറ്. അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. രണ്ട് ഹൃദയം എങ്ങനെ സർജറി ആക്കിയിട്ടുള്ള വെപ്പാട്ടിടാറ്. അപ്പൊ അതുക്കും ചില കേട്ടാറ്. അപ്പൊ അങ്ങനെ രണ്ട് ഹൃദയം ഇല്ലേന്ന്. അപ്പൊ പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ഇങ്ങനെയല്ലേ, മാ ജഅലല്ലാഹു, അല്ലാഹു ആക്കിയിട്ടില്ല. അത് നിങ്ങൾ ആരാ വെപ്പാട്ടിയത് കൊണ്ട്, നിങ്ങൾ വെച്ചത് കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടിട്ടാണ് അതുണ്ടായത്. അല്ലാഹു ആക്കിയിട്ടില്ലാണ്ടാണ് മാ ജഅലല്ലാഹു ലിറജുലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷനും അങ്ങനെ ഉൽഗത്ത് രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ആയത്തും ചൊമ്മ അർത്ഥാക്കനായ, ചൊമ്മ ചിന്തിക്കാനായ ഒരു വിഷയങ്ങളാണ് എല്ലാ ആയത്തിലുമില്ല. അപ്പൊ ഇതുകൊണ്ട് മനസ്സിലാവിടെ ഇത് മനുഷ്യന് നിർമ്മിക്കുക സാധ്യം, ഇത് അള്ളാഹുടെ ഗ്രന്ഥായിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയം പഠിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചൊന്ന വിഷയം ഓതിയ ഫാത്തിഹ സൂറത്ത് അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന്റെ എല്ലാ ഇമാമിങ്ങളുടെ ഹളറത്തിലേക്കും എല്ലാ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളുടെ ഹളറത്തിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ എല്ലാവരും പൊരുത്തം കാവൽ അല്ലാഹു ഞങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളി മൈതാനത്ത് വിശ്രമിക്കണേ, അതുപോലെ ഞങ്ങളെ ഭട്ടടുക്ക പള്ളി പ്രദേശത്ത് വിശ്രമിക്കണേ. എല്ലാ മുഅ്മിനീങ്ങളുടെ ഹളറത്തിലേക്ക് അല്ലാഹു വലിയ പർവ്വതം പോലെയുള്ള സവാബായിട്ട് ഈ ഫാത്തിഹ അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحمن